മാറ്റും. എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ ദൈവം സാഹചര്യങ്ങളെ മാറ്റും. എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ നാഥൻ വേദനകളെ മാറ്റും. മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഉണ്ട് കേട്ടിട്ടുണ്ട്. ഉള്ളതിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. ഇപ്പോഴുള്ളതിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ തേജസ്സിന്റെ നിത്യഘനമാണ്, തേജസ്സിന്റെ നിത്യഘനമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഓ ഉണ്ട് കേട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ദൈവജനത്തോടൊപ്പം സമയം ചെലവഴിക്കുവാൻ കർത്താവ് തന്ന സാവകാശത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾക്ക് 2 സ്പോൺസേഴ്സ് ഉണ്ട്. ഒന്ന് കോട്ടയത്ത് നിന്നും ജോർജ് റോയിയാണ്. ഈ ബ്രദർ പറയുന്നത് തനിക്ക് സ്വന്തമായൊരു ഭവനം വേണം, അതോടൊപ്പം തൻ്റെ ഭാര്യയും മക്കളും തന്നോടൊപ്പം താമസിക്കണം, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണം. ഒരു നിമിഷം ഈ കുടുംബത്തെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഈ ബ്രദറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബ്രദർ ചോദിക്കുന്നത് തൻ്റെ ലൈഫിൽ വേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ്. കർത്താവെ, മനോഹരമായ ഭവനം ഈ ബ്രദറിനുണ്ടാകട്ടെ. അപ്പം ദൈവജനം പറയുന്നത് തട്ടിട്ട വീടുകളിൽ നിങ്ങൾ പാർക്കുമെന്ന, മല്ലന്മാരുടെ വീട്ടിൽ താമസിക്കുമെന്ന. യഥാർത്ഥത്തിൽ അത് പറയുന്നത് വലിപ്പമേറിയതും മേൽത്തരമായ ഒന്നിനെയാണ് കാണിക്കുന്നത്. കർത്താവെ, ഈ ബ്രദർ ചോദിക്കുന്നത് പോലെ ശ്രേഷ്ഠമായത്, വലിപ്പമേറിയത്, മേൽത്തരമായത്, കർത്താവെ, ആളുകൾ കണ്ടാൽ കർത്താവ് ഇത് ചെയ്തു എന്ന് പറയുന്ന വിധത്തിൽ ഈ ബ്രദർ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ തനിക്ക് സ്വന്തമായ ഭവനമുണ്ടാകട്ടെ. ഈ വരുന്ന ദിവസങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതം അപ്പോൾ ഈ ബ്രദറിന് വേണ്ടി ചലിക്കട്ടെ. അപ്പോൾ തൻ്റെ ഭാര്യയും മക്കളും തന്നോടൊപ്പം ആയിരിക്കട്ടെ. അപ്പോൾ കർത്താവെ, ഇവർ ഒരുമിച്ച് സന്തോഷത്തോടെ ആയിരിക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ വലിയ കരം ഈ വീട്ടിൽ ചലിക്കണം. അപ്പോൾ കർത്താവെ, ഈ കുടുംബം സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണം, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണം. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ ആ വ്യക്തിക്ക് ചുറ്റുമായിരിക്കുന്ന എല്ലാ വാതിലുകളും തുറക്കുവാനിടയാകും. കർത്താവെ, വഴികളെ തുറക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് നന്ദി അപ്പാ. സാമ്പത്തിക നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബം ഒരു അനുഗ്രഹമായിരിക്കട്ടെ. താങ്ക് യു ജീസസ്. എന്നാൽ അതോടൊപ്പം തന്നെ കറുകച്ചാലിൽ നിന്നും ജിൻസി നമ്മളോടൊപ്പം ആയിരിക്കുകയാണ്. ജിൻസി പറയുന്നത് തലമുറയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. നമുക്ക് ജിൻസിക്കും വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ജിൻസി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. കർത്താവെ, കുഞ്ഞുങ്ങളുണ്ടാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവെ, തലമുറകളുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, തലമുറകളുണ്ടാകട്ടെ അപ്പാ. ദൈവത്തിൻ്റെ അപ്പാ ശ്രേഷ്ഠത ജിൻസിക്ക് വേണ്ടി വെളിപ്പെടട്ടെ അപ്പാ. തൻ്റെ ഉദരത്തെ അപ്പോൾ അവിടുന്ന് തൊട്ടിരിക്കാൻ നന്ദി പറയുന്നു. കർത്താവെ, ഈ കുടുംബം കുഞ്ഞുങ്ങളാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടുത്തെ നന്മകൾ കൊണ്ട് കർത്താവെ ഇവ നിറയപ്പെടട്ടെ അപ്പാ. അവിടുത്തെ ശ്രേഷ്ഠത ഇവരുടെ ലൈഫിൽ വെളിപ്പെടട്ടെ അപ്പാ. കർത്താവെ, കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാകുന്നു. തലമുറകളാൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. ഇവരുടെ സമൃദ്ധി, ഇവരുടെ നന്മകൾ എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരട്ടെ അപ്പാ. അവിടുന്ന് ചെയ്തതിനായി നന്ദി പറയുന്നു. ഈ 2 കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപയാൽ അവിടുന്ന് സൂക്ഷിക്കുന്നോർത്ത് നന്ദി.
ആമേൻ. ഈ കുടുംബങ്ങളോടുള്ള നന്ദി അറിയിക്കുകയാണ്. എല്ലാവിധമായ അനുഗ്രഹങ്ങളും നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവം നൽകി തരട്ടെ. നമുക്കിനിയും ഇന്നത്തെ മെസ്സേജിലേക്ക് പോകാം. യഥാർത്ഥത്തിൽ ദൈവദിനത്തിൽ നമുക്ക് കാണാനായി കഴിയുന്നത് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, ആ വ്യക്തി ക്രിസ്തുവിലായിരിക്കുന്നതാണ് അവൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ എനിക്ക് നൽകി തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകും തൻ്റെ മുൻപിലായിരിക്കുന്ന പ്രശ്നങ്ങൾ ആരാണ് കൊണ്ടുവന്നതെന്ന് മനസ്സിലാകും. പ്രശ്നങ്ങളുടെ നടുവിൽ തളർന്നു പോകാതെ എൻ്റെ അവകാശത്തെ ഞാൻ തിരിച്ചറിയുന്നുവെങ്കിൽ പിശാച് കൊണ്ടുവരുന്ന അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം കഴിയും. പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ മനസ്സിടിക്കാനായി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ വരുമ്പോൾ അയ്യോ ഇത് വിധി എന്ന് പറയുന്നു. എന്നാൽ ദൈവജനം പറയുകയാണ്, ഒരു ദൈവ പൈതൽ അനുഗ്രഹത്തോടായിരിക്കുന്നതാണ് അവൻ്റെ അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് വരേണ്ടതല്ല എന്നും ഇത് എൻ്റെ ലൈഫിൽ വരാൻ പാടില്ല എന്നും ഒരു ദൈവ പൈതൽ മനസ്സിലാക്കുമ്പോൾ അവൻ അതിനോട് എതിർക്കുവാനിടയാകും. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് പോകാം. Don't allow the situation to speak to you. ആ സാഹചര്യങ്ങൾ നിന്നോട് സംസാരിക്കാൻ ഇടവരുത്തരുത്. Don't allow the devil to speak to you. പിശാച് നിന്നോട് സംസാരിക്കാൻ ഇടവരുത്തരുത്. Instead of that, you have to confess like this. അതിന് പകരമായി നിങ്ങൾ ഇങ്ങനെ ഏറ്റുപറയണം, Lord has given me a life to enjoy freely without limit. Lord has given me this life to enjoy freely without limit. ഒരു പരിധിയുമില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവിക കൽപ്പനയാണ് ദൈവം എനിക്ക് തരുവാനിടയായത്. എന്റെ കൂടെ ഒന്ന് പറയാവോ, എനിക്ക് ഒരു ജീവിതം തന്നിരിക്കുകയാണ്, പരിമിതികളില്ലാതെ ആ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനായി. എനിക്ക് ദൈവം ഒരു ജീവിതം തന്നിരിക്കുകയാണ്, സ്വാതന്ത്ര്യത്തോടെ പരിമിതികളില്ലാതെ ജീവിക്കുവാൻ. Once again, എനിക്കൊരു ജീവിതം തന്നിരിക്കുകയാണ്, സ്വാതന്ത്ര്യത്തോടെ പരിമിതികളില്ലാതെ ജീവിക്കുവാൻ. ഒന്നും കൂടെ പറ. എനിക്കൊരു ജീവിതം തന്നിരിക്കുകയാണ്, സ്വാതന്ത്ര്യത്തോടെ പരിമിതിയില്ലാതെ ജീവിക്കുവാൻ. എടാ ഈ സാധനം കൊണ്ട് നീക്കി വെച്ചിടാ. ഒരു കാര്യം ആശയം കാണിക്കാനാ പറ്റുമോ? പ്രയാസമാണോ? ഇവിടെ 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 ചെല്ലാം മതി. കണ്ടോ, ഒരാൾ എൻ്റെ മുമ്പിൽ, this is an obstacle for me now. ഇത് എനിക്കൊരു തടസ്സമായിരിക്കുകയാണ്. I can come this way. ഞാൻ അങ്ങനെ പോകുമ്പോ, but just imagine there is no way this or two side. രണ്ട് സൈഡിലും വഴിയില്ല നിങ്ങൾ പ്രതീക്ഷിക്കുക. If I want to go forward, it's obstacle now. എനിക്ക് മുമ്പോട്ട് പോകാൻ ഈ വഴിയേ ഉള്ളൂ, പക്ഷേ ഇത് എനിക്കൊരു തടസ്സമായിരിക്കുകയാണ്. When you are in Christ, നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുമ്പോൾ look at your obstacles. നിങ്ങളുടെ തടസ്സങ്ങളെ നോക്കി and speak to the obstacle. ആ തടസ്സങ്ങളിൽ സംസാരിച്ചു. God has given me a life. എനിക്ക് ക്രിസ്തു ഒരു ജീവൻ തന്നിട്ടുണ്ട്. Enjoy freedom and limitless life. Amen. സ്വാതന്ത്ര്യമുള്ളതും പരിധിയില്ലാത്തതുമായ ഒരു ജീവൻ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. No devil can stop me. ഒരു പിശാചിനും എന്നെ തടഞ്ഞു നിർത്താനായി സാധിക്കത്തില്ല. Say with me, Lord has given me this life to enjoy. ദൈവം എനിക്ക് ഈ ജീവിതം തന്നിരിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജീവിതം സന്തോഷിക്കാൻ എനിക്ക് തന്നിരിക്കുന്നു. പറ, സന്തോഷിക്കാൻ എനിക്ക് തന്നിരിക്കുന്നു. 5-6 പേരുടെ കൈ കൊടുത്തിട്ട് പറ, ഈ ജീവിതം സന്തോഷിക്കാൻ എനിക്ക് തന്നിരിക്കുന്നു. അതിൽ പരിമിതികൾ വെക്കാൻ ശത്രുവിന് കഴിയുകയില്ല. വെരി ബിഗ് സ്റ്റേറ്റ്മെന്റ്. അതിന് പരിമിതികൾ വെക്കാൻ ആർക്ക് കഴിയത്തില്ല? ഈ ജീവിതം സന്തോഷിക്കാൻ വേണ്ടി എനിക്ക് തന്നിരിക്കുന്നു. അതിന് പരിമിതികൾ വയ്ക്കാൻ ശത്രുവിന് കഴിയത്തില്ല. ശത്രു എങ്ങനെ പരിമിതി വെക്കുന്നേ പറയാവോ? രോഗങ്ങൾ കൊണ്ടുവന്നു, കടങ്ങൾ കൊണ്ടുവന്നു, ഗ്യാസ് ഇല്ല, കടയില്ല, കച്ചവടമില്ല, ജോലിയില്ല. That is a limitations. That is a hindrance. അതൊന്നും എന്നെ തൊടുകയില്ല. തുള്ളി ചാടിക്കൂടെ പറ, അതൊന്നും എന്നെ തൊടുകയില്ല.
എനിക്കെതിരായി ഉളവാക്കുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. എനിക്കെതിരായി ഉളവാക്കുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. മന്ത്രങ്ങൾ ഫലിക്കയില്ല. ബാധകൾ വരികയില്ല. മന്ത്രങ്ങൾ ഫലിക്കയില്ല. ബാധകൾ വരികയില്ല. സിംഹത്തെയോ അണലിയെയും നീ എന്ന് ചവിട്ടി മേടിച്ചിടുമേ. സിംഹത്തെയും അണലിയെയും നീ എന്ന് ചവിട്ടി മേടിച്ചിടുമേ. എന്നെ തൊടുകയില്ല, ഒന്നും വരികയില്ല. അടുത്തിരിക്കുന്നവരോട് പറ, എന്നെ തൊടുകയില്ല, ഒന്നും വരികയില്ല. ശത്രുവിനെ ഏടാൻ കഴിയുകയില്ല, ശത്രുവിനെ തൊടാൻ കഴിയുകയില്ല. എനിക്കറിയാം ഞാൻ ആരെന്ന്. എനിക്കറിയാം ഞാൻ ആരെന്ന്. എനിക്കുള്ളത് എന്താണെന്നും എനിക്കറിയാം ഞാൻ ആരെന്ന്. എനിക്കുള്ളത് എന്താണെന്നും പറ. എനിക്കറിയാം ഞാൻ ആരാണെന്ന്. എനിക്കുള്ളത് എന്താണെന്നും എനിക്കറിയാം ഞാനാണെന്ന്. എനിക്കുള്ളത് എന്താണ്? അടുത്തിരിക്കുന്നവരോട് പറ, എനിക്കറിയാം ഞാനാണെന്ന്. എനിക്കുള്ളത് എന്താണെന്ന് എനിക്കറിയാം ഞാനാരെന്ന്. എനിക്കുള്ളത് എന്താണെന്ന്. എന്നിലെ അധികാരം എന്താണെന്നും എന്നിലെ അധികാരം എന്താണെന്നും എന്തൊക്കെ എനിക്ക് ചെയ്യാമെന്നും എന്നിലെ അധികാരം എന്താണെന്നും എന്തൊക്കെ എനിക്ക് ചെയ്യാമെന്നും എന്നിലെ അധികാരം എന്നിലെ അധികാരം എന്താണെന്നും എന്തൊക്കെ എനിക്ക് ചെയ്യാമെന്നും എന്നിലെ അധികാരം എന്തൊക്കെ എനിക്ക് ചെയ്യാമെന്നും എനിക്കറിയാം ഞാൻ ആരാണെന്ന്. എന്താണെന്നും എനിക്കറിയാം ഞാൻ ആരാണെന്ന്. എനിക്കുള്ളത് എന്താണെന്നും എനിക്കറിയാം ഞാൻ ആരാണെന്ന്. എനിക്കുള്ളത് എന്താണെന്ന് അടുത്ത വരി മറന്നുപോയി. അടുത്ത വരി അവനറിയാം. എനിക്കറിയാം ഞാൻ ആരാണെന്ന്. എനിക്കുള്ളത് എന്താണെന്ന് എനിക്കറിയാം ഞാൻ ആരാണെന്ന്. എനിക്കുള്ളത് എന്താണെന്ന്. എനിക്കുള്ള അധികാരം എനിക്കറിയാം എന്താണെന്നും. എന്റെ അധികാരം എന്താണെന്നും എന്തൊക്കെ എനിക്ക് ചെയ്യാൻ. മതിയുടെ അടിപൊളി മതി. എന്റെ അധികാരം നിങ്ങളുടെ തലയിൽ എങ്ങനെയും കയറിയാ മതി. എനിക്ക് പ്രശ്നം വരുമ്പോ when we are facing issues, suddenly devil make us down. നമ്മൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പിശാച് നമ്മളെ താഴ്ത്തി കളയാനിടയാണ്. He accuses us. അവൻ എന്നെ കുറ്റപ്പെടുത്തും. He started to mock us. അവൻ എന്നെ നോക്കി കുറ്റം പറയാനിടയാകും. That time devil make us down. ആ സമയത്ത് പിശാച് എന്നെ താഴ്ത്താനിടയാകും. The sin conscious, what we did, the guilty, the condemnation come to our heart. എനിക്ക് കുറ്റബോധങ്ങളും എന്റെ ഞാൻ ചെയ്ത പാപങ്ങളെ കുറിച്ച് എനിക്ക് We never opposed him. നിങ്ങൾ അവനെ എതിർത്തില്ലെങ്കിൽ. But I tell you, if you never opposed him, he will take control of your life. നിങ്ങൾ അവനെ എതിർത്തില്ലെങ്കിൽ അവൻ നിങ്ങളെ നിയന്ത്രിക്കുവാനിടയാകും. You have to take control. നിങ്ങൾ അവനെ നിയന്ത്രിക്കണം. And oppose him. അവനെ എതിർക്കണം. And say, who I am. ഞാൻ ആരാണെന്ന് What I have. എന്താണ് എനിക്കുള്ളത്. What I can do. എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. Who I am. ഞാൻ ആരാണെന്ന്. In Christ Jesus. ഞാൻ ക്രിസ്തുവിൽ ആരാണ്. ഞാൻ ഇവിടെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് വഴക്കാവും അല്ലേ. അതുകൊണ്ട് പറയുന്നില്ല. Do you know who I am? ഞാൻ ആരാണെന്ന് അറിയാമോ.
അടുത്തിരിക്കുന്ന ആളെ നോക്കി പറയണ്ട കേട്ടോ, അലമ്പായി പോവും. ഒന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട്, നിനക്കറിയോ ഞാൻ ആരാന്നാ? ഞാൻ ആരാന്നറിയാവോ? ഒന്ന് പറഞ്ഞ്, നീ ആരാ? എനിക്ക് നീ ആരാന്നറിയോ? ഞാൻ ആരാന്നറിയാവോ? നീ ആരാന്നറിയോ? ഞാൻ ആരാന്നറിയോ? ചോദിക്കേ, രസമുണ്ട്. ചോദിക്കേ, ഞാൻ ആരാന്നറിയോ? എനിക്ക് എന്തൊക്കെ ഉള്ളതെന്നറിയോ? എനിക്ക് എന്തൊക്കെ ഉണ്ടെന്നറിയാവോ? എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയോ? എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയോ? ഇത്രയും അറിയാക്കി നീ ജയിച്ചു കേട്ടോ. ഹേമേ, എനിക്കറിയാം ഞാൻ ആരാണെന്ന്, എനിക്കുള്ളത് എന്താണെന്ന്. എനിക്കറിയാം ഞാൻ ആരാണെന്ന്, എനിക്കുള്ളത് എന്താണെന്ന്. എനിക്കുള്ള അധികാരം എനിക്കറിയാം, എന്തൊക്കെ ചെയ്യാമെന്ന്. ആ വരി ഒന്ന് കേൾക്കാവടാ പാടിയത്. എടാ സഹോദര, നീ അങ്ങ് പാടാ, നീ അവന് പറഞ്ഞു കൊടുക്കാതെ. എനിക്കറിയാം ഞാൻ ആരാണെന്ന്. ഒന്ന് ആക്ഷനൊക്കെ ഒന്ന് കാണിച്ചു പാടിക്കേ. എനിക്കറിയാം ഞാൻ ആരാണെന്ന്, എനിക്കുള്ളത് എന്താണെന്ന്. എനിക്കറിയാം ഞാൻ ആരാണെന്ന്, എനിക്കുള്ളത് എന്താണെന്ന്. എനിക്കുള്ള അധികാരം എനിക്കറിയാം. അനീഷം കൂടെ നോക്കിക്കേ, എനിക്കറിയാം നീ ആരാണെന്ന്. എനിക്കറിയാം നീ ആരാണെന്ന്. അനീഷിന് ഇപ്പോൾ അറിയത്തില്ല അവൻ ആരാന്ന്. കണ്ടോ, അപ്പുറത്തെ ഒന്ന് പാട്ട് പാടുന്നു. ഇതുപോലെയാണ് നമ്മളെല്ലാവരും. എനിക്കറിയാവുന്ന കാര്യം അപ്പുറത്ത് പോയി പറയും, ഞാൻ പാടത്തില്ല. എനിക്കറിയാം നീ ആരാണെന്ന്. Wonderful. Do you understand what I'm sharing today? I'm sharing my heart. You know, whenever I face issues, the devil make me down and show what I did before and show everything I caused through in my life, and the devil started to accuse me, you know. ഞാൻ ഏതൊക്കെ സാഹചര്യത്തിൽ പോയ പിശാച് എന്നെ എതിർക്കാനായി ശ്രമിക്കുക, എന്നെ കുറ്റപ്പെടുത്താനായി ശ്രമിക്കുക. നിങ്ങൾ പോയ വഴിയെല്ലാം അവൻ എന്നെ മുമ്പിൽ കാണിച്ചിട്ട് പറയും, നീ ഏതല്ലേ, ഇത് നിനക്ക് വന്നില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ, നീ ഇങ്ങനെ ചെയ്തതല്ലേ, നിനക്ക് ഇങ്ങനെ വന്നില്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ പിശാചെ? എൻ്റെ അടുത്ത് അങ്ങനെ പിശാച് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നവരുടെ കൈ ഉയർത്തിക്ക്. സത്യസന്ധമായ കുറച്ച് ആരെങ്കിലും ഇവിടെ ഉണ്ട്. സഡൻലി വി ലൂസ് അവർ കോൺഫിഡൻസ് ഇൻ അവർ പ്രയർ. നമ്മുടെ പ്രാർത്ഥനയിലുള്ള ബലം എനിക്ക് നഷ്ടപ്പെട്ടു പോകാനിടയാണ്. സഡൻലി വി ഡിക്ലെയർ ഫാസ്റ്റിംഗ്. നമ്മൾ ഉടനെ ഉപവാസം പ്രഖ്യാപിക്കാനിടയാകും. Why? എന്താണ്? We want to restore our holiness. ഞാൻ എന്റെ വിശുദ്ധിയെ തിരിച്ചു പിടിക്കേണ്ടത് ആവശ്യമാണ്. I tell you brother, ഞാൻ your നിങ്ങളോട് holiness still is inside you because Christ is inside you. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ സഹോദരൻ, നിങ്ങളുടെ വിശുദ്ധി നിങ്ങളുടെ അകത്തുണ്ട്, കാരണം ക്രിസ്തു നിന്റെ അകത്താണ്. Don't think because of my work my holiness will increase. എന്റെ പ്രവൃത്തി കൊണ്ടാണ് എന്റെ വിശുദ്ധി വർദ്ധിക്കുന്നത് നിങ്ങൾ ചിന്തിക്കരുത്. The holiness that what God given to me, that is inside me, I can't make it increase, I can't make it decrease. എന്നെ ദൈവം എനിക്ക് തന്നിട്ടുള്ള വിശുദ്ധി എൻ്റെ അകത്ത് തന്നെ ആയിരിക്കുന്നത്. അതെനിക്ക് കൂട്ടുവാനും സാധിക്കത്തില്ല, എനിക്ക് കുറയ്ക്കുവാനും സാധിക്കത്തില്ല. My deeds in the world, it's a reflection of my holiness. എൻ്റെ ഈ ലോകത്തിലായിരിക്കുന്ന എൻ്റെ പ്രവൃത്തി അത് എന്നിലായിരിക്കുന്ന വിശുദ്ധിയുടെ പ്രതിഫലനമാണ്. എൻ്റെ ഉള്ളിൽ ദൈവം തന്ന വിശുദ്ധി കൂട്ടാനോ കുറയ്ക്കാനോ ആർക്കും കഴിയത്തില്ല. എന്നിലെ പ്രവർത്തികൾ എൻ്റെ ഉള്ളിലുള്ള വിശുദ്ധിയുടെ പ്രവർത്തികളാണ്. ഞാൻ വിശുദ്ധനാകാൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല, വിശുദ്ധിയുടെ പ്രവർത്തികളാണ് ഞാൻ ചെയ്യുന്നത്. മനസ്സിലായോ? ദൈവത്തിനറിയാം. ചിലർ വിശുദ്ധനാകാൻ വേണ്ടി നന്നാവാൻ വേണ്ടി ശ്രമിക്കുക. You are already a holy person because Christ lives in you. നിങ്ങൾ ഒരു വിശുദ്ധ You can't increase your holiness. നിങ്ങൾ വിശുദ്ധ മനുഷ്യനാണ്, കാരണം ക്രിസ്തു നിന്റെ അകത്ത് ജീവിക്കുന്നു. നിനക്കത് കൂട്ടുവാനായി സാധിക്കത്തില്ല. എനിക്കറിയാം ഞാൻ ആരാണെന്ന്, എനിക്കുള്ളത് എന്താണെന്ന്. എനിക്കറിയാം. ആ വരി കേട്ടോ, എനിക്കുള്ളത് എന്താണെന്ന്, എനിക്കുള്ള അധികാരം എന്താണെന്ന്, എന്തൊക്കെ എനിക്ക് ചെയ്യാമെന്ന്. എനിക്കുള്ള അധികാരം എന്താണെന്ന്, എന്തൊക്കെ എനിക്ക് ചെയ്യാമെന്ന്. എനിക്കറിയാം ഞാൻ ആരാണെന്ന്, എനിക്കുള്ളത് എന്താണെന്ന്. എഴുന്നേറ്റ് പാടാം. എനിക്കറിയാം ഞാൻ ആരാണെന്ന്, എനിക്കുള്ളത് എന്താണെന്ന്.
എനിക്കുള്ള അധികാരം എന്താണെന്ന്, എന്തൊക്കെ എനിക്ക് ചെയ്യാമെന്ന്. എനിക്കുള്ള അധികാരം എന്താണെന്ന്, എന്തൊക്കെ എനിക്ക് ചെയ്യാമെന്ന്. എനിക്കറിയാം ഞാൻ ആരാണെന്ന്, എനിക്കുള്ളത് എന്താണെന്ന്. എനിക്കറിയാം ഞാൻ ആരാണെന്ന്, എനിക്കുള്ളത് എന്താണെന്ന്. എനിക്കുള്ള അധികാരം എന്താണെന്ന്, എന്തൊക്കെ എനിക്ക് ചെയ്യാമെന്ന്. എനിക്കുള്ള അധികാരം എന്താണെന്ന്, എന്തൊക്കെ എനിക്ക് ചെയ്യാമെന്ന്. എനിക്കറിയാം ഞാൻ ആരാണെന്ന്, എനിക്കുള്ളത് എന്താണെന്ന്. Amen. So we must speak boldly who we are നമ്മൾ ഉറപ്പോടെ പറയണം ഞാൻ ആരാണെന്ന്, and what I have, എനിക്ക് എന്താണുള്ളതെന്ന്, what we can do. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. So speak the language of faith. വിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ പറഞ്ഞാട്ടെ. Say with me, speak the language of faith. വിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ പറഞ്ഞാട്ടെ. Speak the language of power. നിങ്ങൾ ശക്തിയുടെ വാക്കുകൾ പറഞ്ഞാട്ടെ. Say to your neighbor, speak the language of faith. അടുത്തേക്ക് ആളുടെ പറഞ്ഞ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാട്ടെ. Speak the language of God. ദൈവത്തിന്റെ വാക്കുകൾ സംസാരിച്ചാട്ടെ. ദൈവത്തിന്റെ ഭാഷ സംസാരിച്ചാട്ടെ. Speak the language of God. ദൈവത്തിന്റെ ഭാഷ സംസാരിച്ചാട്ടെ. Speak സംസാരിച്ചാട്ടെ. പറ. ദൈവത്തിന്റെ ഭാഷ സംസാരിച്ചാട്ടെ. I'll speak the language of God. ഞാൻ ദൈവത്തിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. How can I speak the language of God? എങ്ങനെയാണ് എനിക്ക് ദൈവത്തിന്റെ ഭാഷ സംസാരിക്കാൻ The പറ്റുക? word of God is the language of God. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ഭാഷയാണ്. So when I speak the word, I speak the language of ഞാൻ God. ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. I always speak the language of God. ഞാൻ എപ്പോഴും ദൈവത്തിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. The language of faith. ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾ, Language of faith. വിശ്വാസത്തിന്റെ ഭാഷ, Language of authority. അധികാരത്തിന്റെ ഭാഷ. That's why അതുകൊണ്ടാണ് devil പിശാച് may not able to stop me with his limit. അതുകൊണ്ടാണ് പിശാചിന് അവന്റെ അതിർപരമ്പിൽ എന്നെ തടഞ്ഞു നിർത്താൻ സാധിക്കാത്തത്. I am a limitless person. ഞാൻ പരിധിയില്ലാത്ത വ്യക്തിയാണ്. I am a limitless person. ഞാൻ പരിധിയില്ലാത്ത വ്യക്തിയാണ്. ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നും ദൈവം എന്നെ എവിടെ ആക്കി വെച്ചിരിക്കുന്നു എന്നും മനസ്സിലാക്കിയാട്ടെ. പിശാചിന് നമ്മളെ ലിമിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഒന്ന് പറഞ്ഞേ, എന്നെ ലിമിറ്റ് ചെയ്യാൻ ലോകത്തിൽ ഒരാൾക്കും കഴിയത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല, ഇരുട്ടിൻ്റെ ലോകത്തിന് കഴിയത്തില്ല. കാരണം ഞാൻ ക്രിസ്തുവിൽ അവൻ്റെ ഉന്നതമായ ഇടത്ത് അല്ലെങ്കിൽ ഹയർ റിലത്തിൽ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നു. കർത്താവ് എല്ലാവിധമായ നന്മകൾ കൊണ്ടും നിങ്ങളെ നിറയ്ക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. പേര് അംബിക. അമ്മ വരുന്ന കടക്കൽ നിന്നാണ്. അമ്മ പറയുന്ന സാക്ഷ്യം അമ്മയുടെ അയൽവക്കത്തുള്ള ഒരാൾക്കുണ്ടായ സൗഖ്യത്തെ കുറിച്ചിട്ടാണ്. അമ്മ പറയുന്ന അമ്മയുടെ അയൽവക്കത്തുള്ള ആ ബ്രദർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി. കൂടെ ഉണ്ടെന്ന 2 പേരും മരിച്ചുപോയി. എന്നാൽ ഈ ബ്രദറിനും സീരിയസ് ആയിരുന്നു. ഡോക്ടർമാർ പറഞ്ഞതിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ട, വീട്ടിൽ കൊണ്ടുപോയിക്കോ, ശരീരത്തുള്ള എല്ലുകളെല്ലാം ഒടിയുവാനിടയായി. അമ്മ പറയുന്ന ഒരു കണ്ണ് താഴോട്ട് താണുപോയി. ഇനി യാതൊരു രക്ഷയുമില്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ MLA വിളിച്ച് അവർ പറഞ്ഞതിനെ തുടർന്ന് ഹോസ്പിറ്റൽ ICUയിൽ അഡ്മിറ്റ് ആക്കി. അമ്മ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ പറയുന്നത് നമ്മുടെ സൂര്യ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദറെ ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു. ഒരു സഹോദരി ഒരാൾക്ക് വേണ്ടിയിട്ട് വിശ്വാസത്തോടെ ആക്സിഡൻറ്റ് തുടർന്നിട്ട് ഉള്ള ഒരു പേഷ്യൻറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിശ്വസിച്ചോ ദൈവം ആ വ്യക്തിയെ തൊടുകയാണെന്ന് പറഞ്ഞു. അമ്മ പറയുന്നത് അമ്മ ഇട്ടുകൊണ്ടിരുന്ന നൈറ്റിയുടെ കളർ വരെ ബ്രദർ പറയാനെ കൊണ്ടിടയായി. അമ്മ അന്ന് തന്നെ അവരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ആ ബ്രദറിനെ ദൈവം സൗഖ്യമാക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഒരു പത്രത്തിൽ എഴുതി തരാമെന്ന് പറഞ്ഞു. ആ ബ്രദർ മരിക്കത്തില്ല എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ മരിക്കും. എന്നാൽ ഈ ആക്സിഡന്റിനെ തുടർന്ന് വ്യക്തി മരിക്കത്തില്ല എന്ന് അമ്മ ഉറപ്പ് കൊടുത്തു. അമ്മ പറയുന്ന അന്ന് തന്നെ ആ വ്യക്തിയെ ICUയിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി പുറത്തു കൊണ്ടുവന്നു. അമ്മ പറയുന്നു 2018 ഈ ആക്സിഡന്റ് ഉണ്ടായത്. എന്നാൽ ഇതുവരെയും ആ വ്യക്തി ജീവനോടെ ആയിരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. സന്തോഷത്തോടെ പറയട്ടെ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കായി നന്ദി പറയാം. കർത്താവിൻ്റെ പ്രവൃത്തിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ
മനസ്സ് ധൈര്യപ്പെടുവാനിടയാകും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നിന്ന് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കണമെന്ന് ബ്രദർ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഒരു വ്യക്തി അത് മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ഹൃദയം ധൈര്യപ്പെടുവാനിടയാകുന്നത്. ഒരു പ്രശ്നത്തിലും നിങ്ങൾ തകർന്നു പോകത്തില്ല. കാരണം നിങ്ങൾ ക്രിസ്തുവിലായതിനു ശേഷം നിങ്ങളുടെ സ്ഥിതി വ്യത്യസ്തമാണ്. കണ്ണുകളെ അടയ്ക്കാൻ കർത്താവേ, എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, ക്രിസ്തുവിലുള്ള അവകാശത്തെ ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ ആ വ്യക്തി ധൈര്യത്തോടെ തന്നെ മുൻപിലായിരിക്കുന്ന പ്രശ്നത്തെ ഡീൽ ചെയ്യുവാനിടയാകും. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ, ഇവർ ആഗ്രഹിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ അപ്പാ, ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. കർത്താവെ, മനസ്സിടിഞ്ഞു പോയവരെ അവിടുന്ന് പണിയണമേ അപ്പാ, മനസ്സിടിഞ്ഞു പോയവരെ അവിടുന്ന് പണിയണമേ അപ്പാ. കർത്താവെ, ദൈവവചനത്തിൽ ബലപ്പെടുവാൻ, ദൈവിക ബോധ്യങ്ങളിലായിത്തീരുവാൻ, ആ റെവലേഷനോടൊപ്പമായിത്തീരുവാൻ കർത്താവെ ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് സഹായിച്ചാട്ടെ അപ്പാ, ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് സഹായിച്ചാട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കാണുന്ന കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് നിറയട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വെള്ള ഡ്രസ്സിനകത്തിൽ, വെള്ള കളറിനകത്ത് ഒരു ലാവണ്ടർ ചേർന്ന പൂക്കളുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ആ വ്യക്തി നല്ല മെലിഞ്ഞിട്ടായിരിക്കുന്നത്. ആ വ്യക്തി താൻ ആയിരുന്ന അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും പുറകോട്ട് പോയിട്ട് നാളുകളായി ആ വ്യക്തി അതിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ശ്രമിക്കുന്നില്ല എന്ന്, മനസ്സിടിഞ്ഞു പോയി മടുത്തു പോയൊരു സാഹചര്യത്തിൽ താനായിരിക്കുന്നു. എന്നാൽ താൻ ഇപ്പോൾ എല്ലാ വിധത്തിലും പരാജയപ്പെട്ടിട്ടുമാണ് ആയിരിക്കുന്നത്. സ്കിന്നിലുള്ള ഇഷ്യൂസ്, അതേപോലെ തൻ്റെ ഭാവിയെക്കുറിച്ച് താൻ കണ്ട സ്വപ്നത്തിന് വിപരീതമായി അതിനൊത്തവണ്ണമല്ല താനിപ്പോൾ ആയിരിക്കുന്നത്. ഈ സ്ഥിതികളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് നിൻ്റെ ലൈഫിൽ ഇടമുണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന ആ സ്ഥിതിയിൽ നിന്നും കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് വരുവാൻ കഴിയും. കർത്താവെ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ, നന്ദി പറയുന്നു. അതേപോലെ കോഫി ബ്രൗൺ ഡ്രസ്സിട്ട ഒരു വ്യക്തിയെ കൂടെ കർത്താവ് തൊടുന്നത് കാണാം. ഹല്ലേലൂയ. നന്ദി പറയുന്ന യേശുവേ, നന്ദി പറയുന്ന കർത്താവേ, ആ വ്യക്തിയുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും വന്ന് നിറയട്ടെ അപ്പാ. അപ്പോൾ അത് വന്ന് വസിക്കട്ടെ അപ്പാ. ആ സന്തോഷം ആ വ്യക്തിയുടെ ലൈഫിൽ വസിക്കട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവ്, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈകൾ വെച്ചാട്ടെ അപ്പാ. അവിടുത്തെ സൗഖ്യത്തിൻ്റെ ശക്തിയെ അവിടുന്ന് അയച്ചിരിക്കാൻ നന്ദി പറയുന്ന കർത്താവേ, കുടുംബങ്ങൾ സൗഖ്യമാകട്ടെ അപ്പാ, വ്യക്തികൾ സൗഖ്യമാകട്ടെ അപ്പാ. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെ കുടുംബങ്ങൾ കാണട്ടെ അപ്പാ. അപ്പോൾ അത്ഭുതങ്ങളെ കാണട്ടെ അപ്പാ. അവിടുത്തെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അവിടുത്തെ നിറവിലും കൃപയിലും നമുക്ക് ഓരോ ദിവസമായിരിക്കാം. ഗോഡ് ബ്ലസ് യു.